ഞാൻ ഹലോ പറഞ്ഞാലേ നീ ഹലോ പറയൂ. ഞാൻ കൈ നീട്ടിയാലേ നീ ഓടി വരൂ, അല്ലേ? ശരി, ഞാൻ തന്നെ എപ്പോഴും തോറ്റു തന്നേക്കാം. വാ മോളെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഹൗ യു? ഫൈൻ, വെരി ഫൈൻ. എവിടെ? അച്ഛൻ എവിടെ? ആസ് യൂഷ്വൽ, തിരക്കോട് തിരക്ക്. ഇന്നലെ കുവൈറ്റിലെത്താന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. എത്തിയില്ല. പക്ഷേ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അച്ഛൻ വരില്ല? ആ, തിരക്കൊഴിഞ്ഞിട്ട് വരുമായിരിക്കും. ഒറ്റ മകളല്ലേ, വരാതിരിക്കില്ല. ഏതായാലും അമ്മയെങ്കിലും വന്നത് നന്നായി. എനിക്കൊരു അമ്മയുണ്ടെന്ന് എന്റെ കൂട്ടുകാരൊക്കെ ഒന്ന് അറിയുമല്ലോ. തുടങ്ങി അവള്. വന്ന് കയറുമ്പോഴേക്കും തുടങ്ങുമെന്ന് അല്ലേലും എനിക്കറിയാമായിരുന്നു. ദേഷ്യപ്പെടാതെ, ഞാൻ ഒന്നും ഉദ്ദേശിച്ചില്ല. ഞാനും ഒന്നും ഉദ്ദേശിച്ചില്ല. ചോക്ലേറ്റ്സ് ഒക്കെ ഏത് പെട്ടിയില? ആ പ്ലാസ്റ്റിക് ബാഗിൽ കാണും. വാ. എങ്ങനെയുണ്ട് രമണി അവള്? എന്താ, കറക്കമൊക്കെ ഇപ്പോഴും ഉണ്ടോ? കറക്കമൊക്കെ ഉണ്ട്. ആരൊക്കെയാ കൂട്ടുകാര്? പഴയവരൊക്കെ തന്നെ. പക്ഷേ ഇപ്പൊ പുതിയൊരാള് കൂടിയുണ്ട്. മറ്റുള്ളവരെ പോലെയല്ല. ആരാ? പുതിയ ആളുടെ പേര് സച്ചിൻ. സച്ചിൻ മാധവൻ. മാവേലിക്കരയില വീട്. ഇവിടെ MCAക്ക് പഠിക്കുന്നു. ഇനി എന്തെങ്കിലും അറിയണോ? അമ്മയ്ക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നോട് ചോദിക്കാലോ. എന്തിനാ രമണി ചേച്ചിയോട് രഹസ്യമായിട്ട്? രഹസ്യമായി മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അറിയാൻ നടക്കുന്നത് നീയാ, ഞാനല്ല. ഓസ്ട്രേലിയയിലെ നമ്പറിൽ വിളിച്ചിട്ട് അച്ഛനെ കിട്ടുന്നില്ല. വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ അച്ഛന്? ആ ഒരു നമ്പറേ എനിക്കും അറിയൂ. വേണമെങ്കിൽ ഇങ്ങോട്ടും വിളിക്കാലോ. വിളിക്കട്ടെ. ഹലോ ഹലോ. എത്ര പ്രാവശ്യം വിളിക്കണം അച്ഛനെ ഒന്ന് കിട്ടണമെങ്കിൽ? മോളെ, എന്താ അച്ഛൻ വന്നില്ല? ഐ ആം സോറി മോളെ, ഐ വാസ് ബിസി. ഇത് വെറും കല്യാണ നിശ്ചയല്ലേ, ഫോണിൽ കൂടെ ഉറപ്പിക്കാവുന്നതല്ലേ ഉള്ളൂ. അമ്മയ്ക്ക് നിർബന്ധം അത് ആഘോഷമായിട്ട് കൊണ്ടാടണമെന്ന്. നടക്കട്ടെ. അപ്പോ അച്ഛൻ വരില്ല? നിശ്ചയം അമ്മ നടത്തിയാല് മോടെ കല്യാണം അച്ഛന്റെ ഇഷ്ടത്തിന് നടത്താലോ. ഞാൻ ചോദിച്ചത് അച്ഛൻ വരുമോന്നാ. നോക്കട്ടെ, തീയതി നിശ്ചയിക്കട്ടെ, എന്നിട്ടെത്താൻ ശ്രമിക്കാം. അച്ഛൻ വന്നില്ലെങ്കിൽ? നോക്ക്, സന്തോഷമായിട്ടിരിക്കണം. അച്ഛന്റെ ആഗ്രഹം അത്. വരാൻ ശ്രമിക്കാം. അച്ഛൻ വരും, എനിക്കറിയാം. എന്റെ അച്ഛൻ വരും. സുഷമ, ഐ ലവ് യു. ഐ ലവ് യു സോ മച്ച്. ഞാൻ വെക്കുക, ഇനി ഫോൺ ചെയ്യില്ല. എനിക്ക് അച്ഛന്റെ സ്വരം കേൾക്കണ്ട, കണ്ടാ മതി. വെക്കുക ഞാൻ. നീ എന്നോട് പിണങ്ങിയോ? എനിക്കെന്ത് പിണക്കം? എന്നാ പറ. അമ്മ പറഞ്ഞോളൂ, ഞാൻ കേട്ടോളാം. നിനക്ക് കാണണ്ടേ? എന്ത്? കിഷോറിന്റെ പുതിയ ഫോട്ടോഗ്രാഫ്. ഏത് കിഷോർ? ഓ, ഒന്നും അറിയാത്തതുപോലെ. നാളെ തന്നെ നിശ്ചയത്തിന്റെ ഡേറ്റ് തീരുമാനിച്ച് അറിയിക്കാന്ന് പറഞ്ഞാ ഞാൻ എത്തിയത്. 2 ആഴ്ചക്കകം ഈ നിശ്ചയം നടത്തണം. ആരോട് ചോദിച്ചിട്ടാ ഇതൊക്കെ? എന്താ അങ്ങനെ പറഞ്ഞത്? നീ സമ്മതിച്ചല്ലേ ഇതൊക്കെ? അത് മുൻപ്. ഇപ്പൊ എനിക്ക് സമ്മതമല്ല. എന്തേ? നിശ്ചയത്തിന് അച്ഛൻ വരുമോ? വരും. എന്താ ഇത്ര ഉറപ്പ്? ഉറപ്പൊന്നും നീ അറിയണ്ട. സമയമാകുമ്പോ അച്ഛൻ എത്തും. അതാ അച്ഛന്റെ പതിവ്. എങ്കിൽ അച്ഛൻ എത്തി കഴിഞ്ഞിട്ട് തീയതി നിശ്ചയിക്കാം. അച്ഛൻ എത്തുന്നില്ലെങ്കിൽ ഈ കല്യാണം എനിക്ക് വേണ്ട.
അച്ഛൻ എത്തിയില്ലെങ്കിൽ നിശ്ചയം ഞാൻ നടത്തും. നടത്തിക്കോ, പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഈ കല്യാണമേ എനിക്ക് വേണ്ട. അറിയാവടി, അച്ഛൻ വന്നാൽ ഈ കല്യാണത്തിന് നീ സമ്മതിക്കില്ല, അതെനിക്കറിയാം. ഞാനൊന്നും അറിയുന്നില്ലെന്നാണോ നിന്റെ വിചാരം? ആരടി പാതിരേക്ക് നീ മുറിക്കകത്ത് വിളിച്ചു കയറ്റി ആ ചെറുപ്പക്കാരൻ? നിനക്ക് അവന് തമ്മിൽ എന്താ? പറ, നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? അച്ഛന്റെ കാര്യം പറഞ്ഞ് ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ എന്താ കാരണം? പറ, അവനുമായി നിനക്ക് എന്താ? പറയടി. പ്രേമം. സച്ചിൻ മാധവനും ഞാനും തമ്മിൽ പ്രേമോ? സച്ചിൻ എനിക്കും ഞാൻ സച്ചിനും വാക്ക് കൊടുത്തു, ഇനി ഞങ്ങൾ പിരിയില്ല. അമ്മ കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞേക്ക്, ഈ കല്യാണം നടക്കില്ലെന്ന്. ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു, പ്രണയിക്കുന്നു. കൂടുതലൊന്നും ചോദിക്കണ്ട, ഞാൻ പറയില്ല. ഏതായി സച്ചിൻ മാധവൻ? ഇല്ല, ഇവിടെ ഇല്ല. നിങ്ങളൊന്നും അറിയാതിരിക്കില്ലല്ലോ. അവളും ഈ സച്ചിൻ മാധവനും തമ്മില് എങ്ങനാ? സുഷമയ്ക്ക് അങ്ങനെ എന്തെങ്കിലും അങ്ങോട്ടുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ആ സച്ചു സുഷമയെ പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ? ഇല്ല, അവര് രണ്ടുപേരും മാത്രമായി പലപ്പോഴും കാണാറുണ്ട്, പലയിടത്തും വെച്ച്. നേരാണോ? സച്ചു, എന്താ? ഞാനൊരു സ്വാതന്ത്ര്യം കാണിച്ചു. സച്ചുവിനെ കൂടെ ചേർത്ത് ഞാൻ അമ്മയോട് ഒരു കളവ് പറഞ്ഞു. എന്ത് കളവ്? സത്യത്തിൽ അമ്മ ഓരോന്നോരോന്ന് കുത്തി ചോദിക്കാൻ വന്നപ്പോ ഒരു വാശിക്ക് ഞാനങ്ങ് പറഞ്ഞു പോയതാ. എന്ത്? ഞാനും സച്ചിനും തമ്മിൽ പ്രേമമാണെന്ന്. സോറി, സച്ചിനൊന്നും തോന്നരുത്. എന്തിനാ ഇല്ലാത്തൊക്കെ ഉണ്ടാക്കി പറയണത്? ഏത് സാഹചര്യത്തിലായാലും സുഷ്മ അത് പറയാൻ പാടില്ലായിരുന്നു. ഉടനെ പോയി അമ്മയോട് തിരുത്തണം, സുഷ്മ തന്നെ. ഇല്ല സച്ചു, കുറച്ചു നാളിതിങ്ങനെ തന്നെ ഇരിക്കട്ടെ, പ്ലീസ്. പറ്റില്ല, തിരുത്തണം. നമ്മൾ തമ്മിയൊന്നും ഇല്ലല്ലോ. ഇല്ലാത്തൊന്നും ഉണ്ടാക്കി പറയാൻ ഞാൻ സമ്മതിക്കില്ല. സുഷ്മ തന്നെ പോയി പറയുന്നോ അതോ ഞാൻ പോയി പറയണോ? എന്താ എന്താ കാര്യം? പറ സുഷമ. സച്ചുവിന് അറിയാമോ, ധൃതി പിടിച്ച് എന്റെ ഈ കല്യാണത്തെ നടത്തിയിട്ട് എന്റെ അച്ഛനും അമ്മയും അവരുടെ കല്യാണത്തെ പേർപ്പെടുത്തുക. അവരെ രണ്ടുപേരെയും ഞാൻ ഒരുമിച്ചൊന്ന് കണ്ടിട്ട് എത്ര നാളായെന്നറിയാമോ സച്ചുവിന്? 3 വർഷം. മാനസികമായി എന്നെ അവർ പിരിഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ തന്നെ അവരുടേത് ഒരു അനൗൺസ് ചെയ്യാത്ത ഡൈവോഴ്സ് ആണ്. എന്നോടുള്ള ഇഷ്ടം കൊണ്ട് എന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞു കിട്ടാൻ കാത്തിരിക്കുക അവര്, പിരിയാൻ. അച്ഛനെ ഒന്ന് വരുത്താനുള്ള ഒരു ഉപാധി മാത്രമായിട്ട് കണ്ടാ മതി ഈ കളവനെ. രണ്ടുപേരോടും അവർ പിരിയില്ലെന്നൊരു വാക്ക് വാങ്ങിക്കണം എനിക്ക്. അത് കഴിഞ്ഞ് അവരുടെ ഇഷ്ടത്തിന് എല്ലാം ഞാൻ നിന്നു കൊടുക്കാം. അതല്ല, അവര് പിരിയുകയാണെങ്കിൽ പിന്നെ എനിക്കെന്തിനാ ഒരു ജീവിതം? I love them both. I need them both. സച്ചു എന്നെ സഹായിക്കില്ലേ? എല്ലാം ഭംഗിയായി കഴിഞ്ഞ് ഞാൻ പറഞ്ഞോളാം ഇതൊരു കളവായിരുന്നു എന്ന് എല്ലാവരോടും. ആയിക്കോട്ടെ, സുഷമ എന്താ ആഗ്രഹിക്കുന്നുവോ അതുപോലെ ഞാനുണ്ട് കൂടെ. താങ്ക് യു സച്ചു. ഇതിന്റെ ഏറ്റവും വലിയ അതിശയം അവരുടേതൊരു പ്രേമവിവാഹമായിരുന്നു എന്നുള്ളതാണ്. എല്ലാ ബന്ധങ്ങളും അറുത്തു മുറിച്ചെറിഞ്ഞ് അമ്മ ഇറങ്ങി പോവുകയായിരുന്നു അച്ഛനോടൊപ്പം. ഇപ്പോ എന്റെ കല്യാണ നിശ്ചയം ഇവിടെ വെച്ച് നടത്തി സ്വന്തം അച്ഛനോടും അമ്മയോടും ഹരിമാമനോടും അടുക്കാൻ ശ്രമിക്കുകയാണ് അമ്മ.